ഏത് സ്കൂളിൽ നിന്നാ എക്സ്കർഷൻ വന്നതാ? പിന്നെ ഉമ്മായി ഉപ്പായി ഇത്രയും പേരും അതെ, സ്വന്തം മകനെയല്ലേ കാണാതായത്. അതിന് മോനെ എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? നിങ്ങൾ പേരെടുത്ത് വിളിക്ക്. അത് ആദ്യത്തെ 2-3 പേരിട്ടിട്ടുള്ളൂ, പിന്നെയല്ല നമ്പറാ. ശരി, അപ്പൊ മൊത്തം എത്ര പേരുണ്ട്? 10 നിർത്തിയോ? അത്ര വരെ എണ്ണ അറിയില്ലു, പിന്നെ എണ്ണ അറിയില്ല. അത് ശരി. പക്ഷെ ഒരു കുഞ്ഞും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേൾഡ് കപ്പിന് ക്രിക്കറ്റ് കളിക്കാൻ പോവായിരുന്നു, ഒരു ടീമിന് ഉണ്ടാക്കാമായിരുന്നു. അതൊന്ന് ട്രൈ ചെയ്തുകൂടായിരുന്നു? അതൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇവളെ ബാപ്പിയോട് ഒരു വാക്ക് പാലിച്ചത്. ബാപ്പയോട് വാക്ക് പാലിച്ചതാ ഈ 10 കുഞ്ഞുങ്ങൾ വേണമെന്ന്? അതെ അതെ, അതെന്നാ സംഭവം പറഞ്ഞാല്. ബാപ്പ പറഞ്ഞോ 10 കുഞ്ഞുങ്ങൾ വേണമെന്ന്? അങ്ങനെയല്ല, പിന്നെ ഇവളെ കൈ പിടിച്ചിട്ട് എന്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞ്, മോനെ നിന്റെ വയറ് പട്ടിണിയായാലും ഇവളെ വയറ് കാലിയാക്കാൻ പാടില്ല. അത് വയറ് കാലിയാക്കരുതെന്ന് ഉദ്ദേശിച്ച പുള്ളി ആഹാരത്തിന്റെ കാര്യമാണ്. ഓർമ്മിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലാതെ നീ 10 പ്രസവിച്ചതല്ലേ, മനസ്സിലാകട്ടെ. നാളെ മനസ്സിലായില്ലേ? വെഞ്ഞാറമൂട്. ഞാൻ ആദ്യം പായമുടിയാ. അയ്യോ, എന്റെ ഫാനാ ഞാൻ. ഫാൻ ആയിക്കോ, പക്ഷെ ഒന്നിച്ച് കറങ്ങാണ്ടെന്നാ മതി. സിനിമയിലൊക്കെ കാണുന്ന സുരാജ് വെഞ്ഞാറമൂട് ഡ്യൂപ്ലിക്കേറ്റ്. ഒറിജിനല്? ആ, ഒറിജിനല്. അത് ശരി, സുരാജ് വെഞ്ഞാറമൂട്. അല്ല, നിങ്ങള് തിയേറ്ററിലൊക്കെ കാണുമ്പോ വലിയ വണ്ണത്തിലാണല്ലോ, ടിവിയിൽ ചെറുതു. നേരിട്ട് കാണുമ്പോ നമ്മളെ പോലെ തന്നെ. അത് ഓരോന്നിന്റെ ഓരോ വിഷനാണ്. 70 mm അങ്ങനെയൊക്കെ സംഭവം. ലാലു ജോസിനെയൊക്കെ അറിയില്ലേ? ലാലു ജോസ് ഡയറക്ടറാണ്, ലാൽ ജോസ്. അറിയില്ലേ? പിന്നെ നമ്മുടെ നല്ല സുഹൃത്താണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പടം റിലീസാകാൻ പോകുന്നു. നിങ്ങളൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യൂ. പിന്നെ ഞാൻ സംസാരിക്കും, പുള്ളി കേൾക്കും, പുള്ളി സംസാരിക്കുന്നത് ഞാൻ കേൾക്കും. നിങ്ങളൊന്ന് പറയണോ, എന്നെ ഒരു സിനിമ നടനാക്കാൻ പറയണോ? ആരെ? എന്നെ. നിങ്ങള്? അല്ല, നിങ്ങള് മമ്മൂട്ടി ആ സിനിമയെ കയറ്റി നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇന്റർവ്യൂലല്ലോ. അപ്പൊ ഞാൻ സിനിമ നടനായിട്ടാകുമ്പോ ഞാൻ പറഞ്ഞോളൂ, എന്നെ കയറ്റിയത് സുരാജ. അത് നടക്കില്ല, നടക്കൂല. അപ്പൊ നിങ്ങളെ ഇപ്പൊ എല്ലാം മക്കളെയല്ലേ സിനിമയെ കയറ്റുന്നത്. അമിതാഭ് ബച്ചന്റെ മോനെ കയറ്റി, തമിഴില് പ്രഭുവിന്റെ മോനെ കയറ്റി, പിന്നെ ഈ രജനീകാന്തിന് മോനില്ലാത്തതുകൊണ്ട് മരുവാനും കയറ്റി. എന്തിനാ പറഞ്ഞ അണ്ണൻ തമ്പി നിങ്ങളെ മോനെയും കൂടി കയറ്റിയില്ല? സംഭവിച്ചു. അപ്പൊ എന്റെ തൊഴിലിന് വേണ്ടിയിട്ടാണ് എന്റെ മകനെ അങ്ങോട്ട് ഇറക്കിയത്. അത് ശരിക്കും അല്ല, സിനിമയിലോട്ട് കയറ്റിയത്. അത് സിനിമ നടനാവുമോ ഇല്ലെങ്കിൽ ഭാവിയിൽ എന്താവും എന്നൊക്കെ അവര് നിശ്ചയിക്കട്ടെ. ഇപ്പൊ നിങ്ങളെ ബാപ്പാക്ക് എന്താ പണി? തെങ്ങേറ്റം. അപ്പൊ നിങ്ങൾക്കും കയറാലോ സിനിമയല്ല, തെങ്ങ് കയറാലോ ഒന്ന്. ആ സിനിമയിലൊക്കെ കയറണ അതിനൊക്കെ ഒരു യോഗം വേണം. നടക്കില്ല. അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ ദുബായിലേക്ക് പോന്നല്ലേ, എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഹർത്താല്. വേനൽ മഴ വരുന്ന പോലെ അല്ലേ ഹർത്താൽ വരുന്നത്, ചെയ്യാൻ പറ്റുമോ? അപ്പൊ പറഞ്ഞാൽ ഞാൻ നല്ല ഇതുള്ള പഞ്ച്വാലിറ്റി ഉള്ള ആളാണ്. പഞ്ച്വാലിറ്റി ഉള്ള ആളെ കൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി. എയർപോർട്ടിൽ നടന്നു പോകാനുള്ള സമയമുള്ളൂ, ഒരു പ്രശ്നമില്ല. അല്ല, ഫ്ലൈറ്റ് എത്ര മണിക്കാ? രാത്രി 10 മണിക്ക്. അപ്പൊ ഇനി എന്തോരം ടൈം കിടക്കും. ആ പിള്ളേരെ ബഹളം വയ്ക്കല്ലേ എന്ന് പറയണേ. കളിച്ചോട്ടെന്ന്, നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള പിള്ളേരാ. അല്ല, പിള്ളേരെ കാണുമ്പോഴല്ല എനിക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഈ 10 പിള്ളേർക്കും ജന്മം തന്ന നിങ്ങളുടെയൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് ഞാൻ ആലോചിച്ചത്.